നമസ്കാരം, വലിയ മസാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും ഫ്രഞ്ച് ഫ്രൈസ് അല്ല, മക്ഡൊണാൾഡ്സിൽ കിട്ടുന്ന അതേ ക്രഞ്ചി ഫ്ലഫി യമ്മി ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ തുടങ്ങാം. ഫ്രഞ്ച് ഫ്രൈസിനായിട്ട് മക്ഡൊണാൾഡ്സ് ഉപയോഗിക്കുന്ന ഇത്തരം റസറ്റ് പൊട്ടറ്റോസ് ആണ്. കാരണം ഇതിനകത്ത് സ്റ്റാർച്ച് കണ്ടന്റ് കൂടുതലുണ്ട്, കൂടുതൽ ടേസ്റ്റ് കിട്ടും. പക്ഷേ നമ്മളിത് ഉപയോഗിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് മുറിഞ്ഞു പോകും. മുറിയാതിരിക്കണമെങ്കിൽ വാക്സി പൊട്ടറ്റോസ് ഉപയോഗിച്ചുണ്ടാക്കണം. പക്ഷേ ഇത് മക്ഡൊണാൾഡ്സ് ഉണ്ടാക്കുമ്പോൾ മുറിയാറില്ല. കാരണം അവർ ഇതിനകത്ത് 15ഓളം കെമിക്കൽസ് ചേർക്കുന്നുണ്ട്, സ്റ്റെബിലൈസേഴ്സും പ്രിസർവേറ്റീവ്സും എല്ലാമായിട്ട്. അല്പം സ്വല്പം മുറിഞ്ഞാലും സാരമില്ല, നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ഇത് കഴിക്കാം. നമുക്കിതുപോലെ തിൻ സ്റ്റിക്സ് കട്ട് ചെയ്യണം. കട്ട് ചെയ്താൽ ഉടനെ തന്നെ അത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വെള്ളം തെളിയുന്നത് വരെ അതിൻ്റെ സ്റ്റാർച്ച് വാഷ് ചെയ്ത് കളയണം. കൂടാതെ പൊട്ടറ്റോസ് തിരഞ്ഞെടുക്കുമ്പോൾ 2-3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, വാടാത്ത നല്ല ഫേമായിട്ടുള്ള നല്ല ഡെൻസ് ആൻഡ് ഹെവി പൊട്ടറ്റോസ് ആയിരിക്കണം. രണ്ടാമതായി അതിൽ പച്ച കളറോ ഇതുപോലെ ചെറിയ മുളകളോ വന്നതായിരിക്കരുത്. അങ്ങനെയുള്ള പൊട്ടറ്റോ ഡെൻസ് ആയിരിക്കില്ല. നമ്മൾ നാട്ടിൽ പറയാറില്ല നല്ല നൂറുള്ള കപ്പയാണെന്ന്, അതുപോലെ നല്ല നൂറുള്ള ഉരുളക്കിഴങ്ങായിരിക്കണം. നല്ല പൊട്ടറ്റോസ് കട്ട് ചെയ്യുന്ന കത്തിയിൽ അറിയാൻ പറ്റും. ആ കത്തിയിൽ വെളുത്ത് പൊടിഞ്ഞ് പൗഡർ പോലെ ഇരിക്കും. ഇനി ഉൾവശം കിളുന്തോ വാടിയതൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കുകയുള്ളൂ, വള്ളി പോലെ. അതേസമയം നല്ലതാണ് ഫ്രഞ്ച് ഫ്രൈസ് ഇപ്രകാരം ഇരിക്കും. വളരെ നേരത്തെ ഒരു ഷുഗർ കോട്ടിംഗ് ഉപയോഗിച്ചാണ് മക്ഡൊണാൾഡ്സിൻ്റെ ഫ്രൈസ് ക്രിസ്പിയും ക്രഞ്ചിയും ആക്കി എടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചൂടാക്കി മാറ്റി വെച്ചിരിക്കുന്ന വെള്ളത്തിൽ 1 കപ്പ് ഷുഗർ മിക്സ് ചെയ്യുന്നു. കൂടാതെ ഷുഗർ സിറപ്പും. ഞാനിന്നിവിടെ ഉപയോഗിക്കുന്നത് ശർക്കരപ്പാനിയാണ്. ഇത് പഞ്ചസാര പാനിയോ കോൺ സിറപ്പോ ആകാം. ഈ നേരത്തെ ഷുഗർ കോട്ടിംഗ് തിളച്ച എണ്ണയിൽ കിടന്ന് കാരമലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ക്രിസ്പിനെസ്സും ക്രഞ്ചിനെസ്സും ഈ ഫ്രഞ്ച് ഫ്രൈസിലേക്ക് വരുന്നത്. പേടിക്കേണ്ട, ഇപ്രകാരം ഷുഗർ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഒരിക്കലും സ്വീറ്റ് ആയി പോകത്തില്ല. ഈ ഷുഗർ മിക്സറിൽ നമ്മുടെ പൊട്ടറ്റോ സ്റ്റിക്സ് ഒരു 15 മിനിറ്റ് ഇട്ടൊന്ന് കവർ ചെയ്ത് വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി ഇത് പുറത്തെടുത്ത് വെള്ളമെല്ലാം ഒന്ന് പാൻ ഡ്രൈ ചെയ്തൊന്ന് ഉണക്കിയെടുക്കാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഇത് എക്സ്ട്രാ ക്രിസ്പി ആയിട്ട് എടുക്കാൻ വേണ്ടി നമ്മളിന്നിവിടെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഡബിൾ ഫ്രൈയിങ്. ഇതിന് ബ്ലാഞ്ചിങ് ആൻഡ് ഫ്രൈയിങ് എന്നും പറയും. ഏകദേശം 175 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അല്ലെങ്കിൽ 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ 2 മിനിറ്റ് മാത്രം നമ്മൾ ഈ പൊട്ടറ്റോസ് ഇപ്പോൾ ഫ്രൈ ചെയ്യുന്നു. വെറും 2 മിനിറ്റ്. അതിനുശേഷം എണ്ണയിൽ നിന്ന് കോരിയെടുക്കും. അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഒരു ട്രേയിലോ പാത്രത്തിലോ ഇതുപോലെ നിരത്തി വെച്ചിട്ട് ഇത് 15-20 മിനിറ്റ് നമ്മൾ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുന്നു. പക്ഷേ ഫ്രീസ് ആക്കുന്നില്ല. സെക്കൻഡ് റൗണ്ട് ഫ്രൈയിങ് നമ്മൾ ഏകദേശം 200 ഡിഗ്രി സെൽഷ്യസിൽ 6 മിനിറ്റാണ് ഫ്രൈ ചെയ്യുന്നത്. ഇതിന് മക്ഡൊണാൾഡ്സിലെ ഫ്രൈസിൻ്റെ ടേസ്റ്റ് കൊടുക്കാനായിട്ട് നമ്മളിവിടെ ബീഫ് ഫാറ്റാണ് ഉപയോഗിക്കുന്നത്. ബീഫ് ടാലോ എന്നും പറയും. ഫാസ്റ്റ് ഫുഡ് ഫ്രൈസിൽ അവർ ബീഫ് ഫ്ലേവർ, ഹൈഡ്രേറ്റഡ് സോയാബീൻ, ഹൈഡ്രേറ്റഡ് മിൽക്ക്, അങ്ങനെ പല പ്രോഡക്ട്സും ചേർക്കാറുണ്ട്, പല കെമിക്കൽസും ഉണ്ട്. പക്ഷേ നമ്മളിവിടെ അല്പം നാച്ചുറൽ ബീഫ് ഫാറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിനാരും പേടിക്കേണ്ട. 1/2 ലിറ്റർ എണ്ണയിലേക്ക് നമ്മൾ 2-2.5 സ്പൂൺ ബീഫ് ഫാറ്റ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നമ്മളിപ്പോൾ ഒരു കപ്പ ബിരിയാണി അല്ലെങ്കിൽ പൊറോട്ടയും ബീഫും കഴിച്ചാൽ ഈ കൂടുതൽ ഫാറ്റ് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നുണ്ട്. നമ്മൾ ഇത്രയും ഫ്രഞ്ച് ഫ്രൈസ് 4-5 പേർക്കോ കഴിക്കാം. അതിനുള്ളിലേക്ക് നമ്മൾ 2-2.5 സ്പൂൺ ഫാറ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നമുക്ക് ചെറിയ ചെറിയ ബാച്ചുകളായിട്ട് വേണം സെക്കൻഡ് റൗണ്ട് ഫ്രൈ ചെയ്യാൻ. 5-6 മിനിറ്റ് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയായി. കഴിക്കുന്നതിന് മുമ്പ് അല്പം സോൾട്ട് കൂടി ഇട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കണം. നല്ല ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പിയും ക്രഞ്ചിയും ആയിട്ടുണ്ട്. സ്റ്റീൽ പാത്രത്തിൽ തന്നെ ഷേക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല സിൽവർ ഫ്രൈസ് ആയിട്ട് കുടയുന്ന പോലെയാണ് മെറ്റലിൻ്റെ സൗണ്ട്. ഒട്ടും സംശയിക്കേണ്ട. ഈ സ്റ്റെപ്സ് എല്ലാം ഉപയോഗിച്ച് ഇതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്ഡൊണാൾഡ്സിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് മറക്കണ്ട, കമൻറ്റ്സ് മറക്കണ്ട. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.